പ്രിയൻ, ഈ പലപ്പോഴും നമ്മുടെ പത്രങ്ങളിൽ, മലയാളം പത്രങ്ങളിലും ചിലപ്പോൾ ടി വി ചാനലുകളിലും ഉണ്ടെന്ന് പറയുന്നു. ഈ യൂട്യൂബിൽ പലരും അയച്ചു തരാറുണ്ട് എനിക്ക്. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി, ദ റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഹിന്ദു ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം അവിടെ അവരുടെ ഫെസ്റ്റൂൺസ്, ഈ ഹോർഡിങ്സോ അതല്ലെങ്കിൽ അലങ്കാരപ്പണികളോ സ്ഥാപിക്കാനായിട്ട് ഒരു മുസ്ലിം ജമാഅത്ത് കൗൺസിൽ, മറ്റേ മുസ്ലിം മഹൽ അനുവാദം കൊടുത്തു ഉത്സവം നടത്താൻ വേണ്ടിയിട്ട്. ഇതാണ് മതസൗഹാർദ്ദം. അതുപോലെ ഇന്നാൾ കണ്ടു, ഒരു ക്ഷേത്രത്തിൻ്റെ വികസന പരിപാടിക്ക് വേണ്ടി ഒരു മുസ്ലിം പ്രമാണി അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് നിന്നും ഒരു 5 സെൻറ്റോ 2 സെൻറ്റ് സ്ഥലം വിട്ടുകൊടുത്തു. മതസൗഹാർദ്ദത്തിന് ഉദാത്തമായ ഒരു വലിയ തെളിവാണിതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ പത്രങ്ങളിലും വാർത്ത വരികയൊക്കെ ചെയ്തു. അതുപോലെ കാസർഗോഡ് ഒരു അമ്പലത്തിൽ ഈ റംസാൻ നൊയമ്പ് സമയത്ത് റംസാൻ നൊയമ്പ് നടത്തുന്നവർക്ക് വേണ്ടിയിട്ട് ക്ഷേത്രത്തിനകത്ത് എന്താ പറയണേന്ന്, ഇത് എന്താ ദഫ്മുട്ടാണോ? അല്ലല്ല, ഭക്ഷണം കൊടുക്കുന്നു, ഇഫ്താർ വിരുന്ന് കൊടുത്തു ക്ഷേത്ര ഭാരവാഹികൾ. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. ഇതൊക്കെ ഈ ചെറിയ ഇരയിട്ട് വലിയ മീൻ പിടിക്കുന്ന പരിപാടിയാണ് ഈ മറ്റേ മോസ്കിൻ്റെ മഹൽ കമ്മിറ്റികൾ സംഘടിക്കുന്നത്. അപ്പോൾ അവർ പറയും മഹലിൽ രാഷ്ട്രീയമൊന്നുമില്ല, മതമില്ല, ഒന്നുമില്ല. എന്നാൽ പിന്നെ അവർ മതമില്ലെങ്കിൽ പിന്നെ മതമാണെന്നാണ് അവരുടെ ഒരു മന്ത്രി തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇപ്പോൾ അടുത്ത ദിവസം ഞാനൊരു വാർത്ത ഈ കണ്ടു, കൊട്ടിയൂർ ശിവക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദം. ഞാനത്ര ശ്രദ്ധിച്ചില്ല, കാരണം ഇതും മറ്റൊരു മതസൗഹാർദ്ദത്തിൻ്റെ ലക്ഷണം. എനിക്കിത് കേൾക്കണ കാര്യമാണ്, കാരണം ഇത് മുഴുവൻ ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് സ്റ്റോറീസ് ആണ് ഇതെല്ലാം. അപ്പോൾ എന്താണ് ഇത് ശരിക്കും സാർ? അതായത് ഈ കൊട്ടിയൂർ ക്ഷേത്രം എന്ന് പറയുന്നത് ഇപ്പോൾ വലിയ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. അവിടുത്തെ ചടങ്ങുകളൊക്കെ തന്നെ വളരെ നിഗൂഢമാണ്, വളരെ ചടങ്ങുകൾക്കെല്ലാം വളരെ താന്ത്രികമായിട്ടുള്ള പ്രാധാന്യമൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ വൈശാഖോത്സവവുമായിട്ടനുബന്ധിച്ച് ചടങ്ങ് നടത്താറുണ്ട്. അപ്പോൾ ആ ചടങ്ങിലാണ് പാരമ്പര്യ അവകാശം ഉന്നയിച്ചുകൊണ്ട് ഒരു മുസ്ലിം കുടുംബം എത്തിയത്. കോട്ടയം മലബാർ പൊന്നമ്പിലാവത്ത് പാറപ്രവൻ എന്ന പേരുള്ള ഒരു മുസ്ലിം തറവാടാണ് ഇതിൻ്റെ അവകാശവാദമായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നീരെഴുന്നള്ളത്ത് നടത്തുന്ന ദിവസമുണ്ട്. അതായത് ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് വെള്ളം കൊണ്ട് നിറയും. അത് ഇവിടുത്തെ വാവലിപ്പുഴയിൽ നിന്ന് തിരിച്ചു വിടുന്നതാണ്. അതുപോലെ തന്നെ മഴക്കാലത്തോടെ വെള്ളം നിറയും. അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചടങ്ങ്. ആ നീരിൽ കൂടെ ഭഗവാൻ എഴുന്നള്ളുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അവിടെ ആ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ അധികൃതരുമായിട്ട് ഇവർ സംസാരിച്ചു എന്നാണ് പറയുന്നത്. ഈ വാവലിപ്പുഴയിൽ നിന്ന് സന്നിധാനത്തിലെ പ്രദക്ഷിണ വഴിയായ തിരുവഞ്ചിറയിലേക്ക് വെള്ളം തിരിച്ചു വിട്ടിരുന്നത് തങ്ങളാണ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ആ അവകാശവാദമാണ്. അപ്പോൾ ഈ ശബരിമലയിൽ അറിയാമല്ലോ, വാവര് നട എന്ന് പറഞ്ഞുകൊണ്ട് നടയൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട്. ശബരിമലയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ വരുമാനം അവർക്ക് ലഭിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ഈ വൈശാഖോത്സവമായിട്ട് ബന്ധപ്പെട്ടും കൊട്ടിയൂർ വലിയ പ്രസിദ്ധി ആർജിച്ചത് കൊണ്ടും അവിടെ ഈ പറയുന്ന പോലെ ദക്ഷൻ്റെ യാഗഭൂമിയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ ആ കൊട്ടിയൂരിൻ്റെ വലിയ മഹാത്മ്യമുള്ള ഒരു ക്ഷേത്രമാണ്. ആ കൊട്ടിയൂരിലേക്ക് അവകാശവാദം പറഞ്ഞുകൊണ്ട് വരികയാണ്. ഈ പറയുന്ന ഹിന്ദു ക്ഷേത്രങ്ങളിൽ വരുമാനം കൂടുമ്പോൾ അവിടേക്ക് എത്തി ആ വരുമാനത്തിൻ്റെ വിഹിതം കൊള്ളയടിക്കുക എന്ന് പറയുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ശബരിമലയിൽ എടുത്തു കഴിഞ്ഞാൽ ശബരിമലയിലെ മുഴുവൻ കച്ചവടക്കാർ ഇതര മതസ്ഥരാണ്. അവിടെ കൊണ്ടുവന്ന് ഇവരെ കച്ചവടം നടത്തി ഈ സ്റ്റാളുകളെല്ലാം പിടിക്കും. വേറൊരുത്തനെ അവിടെ പിടിക്കാൻ സമ്മതിക്കില്ല. ഗുണ്ടായിസത്തിൻ്റെ അങ്ങേ അറ്റവും കൂടിയാണ്. ഇതിൻ്റെ എല്ലാം ഓണർ മറ്റു പലരും ആയിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ വലിയ ഗുണ്ടായിസം, എന്തിനേറെ ഒരു കൊല വാഴപ്പഴമില്ലേ, അത് വിൽക്കുന്നത് പോലും കൊടിയ ലാഭത്തിലാണ്. കൊടിയ ലാഭം എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല സാർ. അങ്ങനെയൊക്കെ വലിയ വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാരണം ആ സമയത്ത് വാഴകൃഷി നടത്തിയിട്ട് നമ്മളവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളെ ശരിയാക്കുമാർ. അത് വാഴക്കൊല കൊണ്ടുപോകാൻ പറ്റില്ല. ശബരിമല സീസണിൽ പത്തനംതിട്ട മുതൽ അങ്ങ് ശബരിമല സന്നിധാനം വരെ വാഴപ്പഴത്തിൻ്റെ, ഏത്തപ്പഴം എന്നൊക്കെ പറയില്ല, അതിൻ്റെ കച്ചവടത്തിൻ്റെ കേന്ദ്രമാണ്. അപ്പോൾ ഇത് വലിയ മാഫിയകളൊക്കെയാണ് ഇതിനെ നിയന്ത്രിക്കുന്നതെന്നുള്ളത്. അങ്ങനെ ഒരു ക്ഷേത്രവും കൂടി മതേതരത്വം പറഞ്ഞുകൊണ്ട് പിടിച്ചടക്കാനുള്ള നീക്കം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഈ ഇപ്പോൾ കൊട്ടിയൂർ ക്ഷേത്രത്തിനെ പറ്റിയിട്ട് നമുക്ക് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇപ്പോൾ അത് 2 ദിവസമായി വാർത്ത വന്നിട്ട് പക്ഷേ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നുണ്ട്. ഇപ്പോൾ അത് വലിയ വിവാദങ്ങൾക്കും ഒരുപാട് ചർച്ചകൾക്കും ഇത്തരക്കാരെ അടുപ്പിക്കരുതെന്ന് ഹൈന്ദവ സമൂഹം പൊതുവായിട്ട് ഒരുമിച്ച് നിന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ ഈ വഖഫ് ഭൂമി നിയമം
പ്രമാണിച്ച് അത് ഉപയോഗപ്പെടുത്തി അവർ പറയുന്നത് എന്താ വെച്ചാൽ പക്ഷമല്ല, പല ക്ഷേത്രങ്ങളും പണിതിരിക്കണം വഖഫ് ഭൂമിയിലാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ശബരിമലയെക്കുറിച്ച് അങ്ങ് പരാമർശിച്ചില്ലേ, ശബരിമലയിൽ വാവർ എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ ഒരു കഥാപാത്രം ജീവിച്ചിരുന്നിട്ടില്ല എന്ന് പണ്ഡിതരും മറ്റേ വേദ ഉപനിഷത്ത് വിദഗ്ധന്മാരും എല്ലാവരും പറയുന്നുണ്ട്. കാരണമുണ്ട്. അത് വളരെ ഈ മുസ്ലിംസ് എന്നാണ് ഭാരതത്തിൽ വരുന്നത്, എന്നാണ് കേരളത്തിൽ വരുന്നത്. ശബരിമലയ്ക്ക് എത്ര വർഷത്തെ പഴക്കമുണ്ട്? അയ്യപ്പൻ എന്താ ജീവിച്ചിരുന്നത്? ഏതായാലും അയ്യപ്പൻ 1940-ലോ 1950-ലോ അല്ല ജീവിച്ചിരുന്നത്, അല്ലേ? 1800-ലും അല്ല, അതിനും മുമ്പാണ്. എത്രയോ അയ്യപ്പൻ ജീവിച്ചിരുന്നത്. അപ്പൊ അയ്യപ്പനെ തേടി വാവർ എന്ന് പറയുന്ന ഒരു ഇസ്ലാം ഭടൻ അല്ലെങ്കിൽ സൈനിക കമാൻഡർ വരികയും പിന്നെ അദ്ദേഹമായിട്ട് യുദ്ധം ചെയ്യുകയും യുദ്ധത്തിൽ അവർ തമ്മിൽ യുദ്ധത്തോടുകൂടി സുഹൃത്താവുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാനൊരു സിനിമ കണ്ടിട്ടുണ്ട്, ശബരിമല ശ്രീ അയ്യപ്പൻ എന്ന് പറഞ്ഞു. അപ്പോൾ യുദ്ധം ചെയ്യുമ്പോൾ അയ്യപ്പൻ്റെ വാളുകൊണ്ട് അവരുടെ കയ്യിലെങ്ങാണ്ട് ഒരു മുറിവ് പറ്റും. ഉടനെ അയ്യപ്പൻ സ്വന്തം കയ്യിലൊരു മുറിവുണ്ടാക്കി ചോര വാവരുടെ ചോരയായിട്ട് ചേർത്ത് കെട്ടി, ഒരു തുണി കൊണ്ട് കെട്ടിയിട്ടൊരു നമ്മുടെ രണ്ടുപേരുടെ രക്തം ഒന്നാണെന്നൊക്കെ പറഞ്ഞു. മതസൗഹാർദ്ദം നമുക്കിവിടെ നിലനിർത്തണം, ഹാർമണി, നാഷണൽ ഇൻ്റഗ്രേഷൻ, ഇതൊക്കെയാണ് അയ്യപ്പൻ വാവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത്. ഏതാ ഇന്ത്യ പിടിച്ചെടുക്കാൻ വന്നേക്കണവനാണ് വാവര്. അയാളോടാണ് ദേശീയോദ്ഗ്രഥനത്തെ കുറിച്ച് പറയണത്. അപ്പോൾ ഇതായിരിക്കും റിയൽ കേരള സ്റ്റോറി എന്ന് വിശ്വസിക്കാനായിട്ട് നമ്മുടെ തലമുറ ഇത് അയ്യപ്പൻ്റെ ചരിത്രമോ ഇതൊന്നും അറിയാൻ പാടില്ലാത്ത ആൾക്കാർ കുറേ പേരുണ്ടാവും. മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ വരത്തന്മാരാണ് തീർച്ചയായിട്ടും, ക്രൈസ്തവരും അതേ വരത്തന്മാർ തന്നെയാണ്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അവർ പിന്നെ പറഞ്ഞ പോലെ എന്താ പറയുക, ഭർഗോ ദേവസ്യ ധീമഹി എന്നൊക്കെ പറയാൻ ആവശ്യം, അതല്ലെങ്കിൽ അഗസ്ത്യ മുനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിൻറ്റ് അഗസ്റ്റിനാണെന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. അപ്പം ഇതാ ഇല്ലായ്മ ചെയ്യാനായിട്ട് കൾച്ചറൽ സബ്വേർഷൻ, സാംസ്കാരിക അട്ടിമറി നടത്താൻ ആയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമല്ലേ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ വേറൊരു ഉദാഹരണം ഇതിനു മുമ്പ് എനിക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗുരുവായൂരടുത്ത് ഒരു വലിയ ഫേമസ് ശിവക്ഷേത്രമുണ്ട്. ഗുരുവായൂർ ചാവക്കാടാണോ അതിനടുത്തായിട്ട് വരും. ഞാൻ ആ സ്ഥലത്തിൻ്റെ പേര് എപ്പോഴെപ്പോഴും മറന്നു പോകും. അപ്പോൾ അവിടെ ഒരു വലിയ മോസ്ക് പണിത് വരും. അപ്പോൾ ഈ മോസ്ക് പണിത് കഴിഞ്ഞിട്ടിപ്പോൾ ഈ ശിവക്ഷേത്രത്തിലെ വാർഷിക ഉത്സവത്തിന് ഘോഷയാത്ര ഉണ്ടാവുമ്പോൾ മറ്റേ മ്യൂസിക്കും ഒക്കെ ചെണ്ടമേളമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവർ പറഞ്ഞു മോസ്കിന് മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ ചെണ്ടമേളമൊന്നും പാടില്ല, നിശബ്ദമായിട്ട് പൊക്കോളണം. ഈ ക്ഷേത്രം അതിനെങ്ങാണ്ട് 500-1000 വർഷം പഴക്കമുള്ളതാണ്. മോസ്ക് നാളും ഒന്നുള്ളൂ. അവർ ഭയങ്കര ബഹളായി. നമ്മുടെ വി.ആർ. കൃഷ്ണയ്യരൊക്കെയാണ് അന്ന് മറ്റേ മന്ത്രി, ആഭ്യന്തര മന്ത്രിയോ എന്തൊക്കെ ആയിരുന്നു അയാൾ. അപ്പോൾ അയാൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഈ ചെണ്ടമേളം നടത്തുന്നവർ രണ്ടായിട്ട് തിരിക്കുക, മുമ്പിലൊരു ഗ്രൂപ്പ് പിന്നിലൊരു ഗ്രൂപ്പ്. മുമ്പിലുള്ള ഗ്രൂപ്പ് ചെണ്ട കൊട്ടിക്കൊണ്ട് വന്ന് ഈ പള്ളിയുടെ ഒരു 50 മീറ്റർ എത്തുമ്പോൾ നിശബ്ദരാകുക. അവരിങ്ങനെ കടന്നുപോയി. അപ്പോൾ പുറകിലുള്ളവർ ചെണ്ട കൊട്ടിക്കൊണ്ടേയിരിക്കും, മനസ്സിലായില്ലേ? പിന്നെ ഇവർ 50 മീറ്റർ അകലെ എത്തിക്കുമ്പോൾ അവർക്ക് മുമ്പിൽ പോകുന്നവർക്ക് ചെണ്ട കൊട്ടി തുടങ്ങുക. അപ്പോൾ ഇവർ അപ്പോഴത്തേക്ക് അവിടെ എത്തുമ്പോൾ ഇവരും നിശബ്ദരാവണമെന്ന് പറഞ്ഞു. അന്ന് നിലമ്പൂർ കോവിലകത്തെ ഭരതൻ എന്ന് പറയുന്ന ഒരു നേതാവാണ് അതിനെതിരെ ഫൈറ്റ് ചെയ്തത്. അമ്പലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഈസ് കാച്ചിങ് അപ്പ് വിത്ത് മീ. ഞാൻ അതിന് വളരെ വിശദമായിട്ട് ഞാൻ അത് വായിച്ചിട്ടുണ്ട് അത് വർഷങ്ങൾക്ക് മുമ്പ്. അവസാനം അവിടെ ഘോഷയാത്ര നടത്തി, ചെണ്ട കൊട്ടിക്കൊണ്ട് തന്നെ ഘോഷയാത്ര നടത്തി. ഇപ്പോൾ ഇന്നലെ വന്ന ഒരു ഇസ്ലാം പള്ളിയുടെ മുമ്പിൽ കൂടി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രത്തിലെ ആചാരം അനുഷ്ഠിച്ചുകൊണ്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാണ്ട് ചെണ്ട കൊട്ടിക്കൊണ്ട് പോകുമ്പോൾ അവിടെ കൊട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ? ഇനിയുള്ള കാലങ്ങളിൽ ഇതേ നടക്കാൻ പോകുന്നുള്ളൂ. ക്ഷേത്രങ്ങൾ പതുക്കെ പിടിച്ചെടുക്കുക. അതിനിടയ്ക്ക് മുസ്ലിം ലീഗോ മറ്റേ അതിൻ്റെയൊക്കെ നേതാവുണ്ടല്ലോ, SDP ഒക്കെ നേതാക്കന്മാരുണ്ടല്ലോ, അവർ പറയുന്നുണ്ട് ഈ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആഭരണമൊക്കെ എടുത്തിട്ട് വിറ്റ് അതൊക്കെ പൊതുജനങ്ങൾക്ക് കൊടുക്കണമെന്ന്. പൊതുജനങ്ങൾക്ക് മീൻസ് അവർക്ക് കൊടുക്കണമെന്നും.
ഏതാ അവർക്ക് സംവരണം ഇതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് ന്യൂനപക്ഷ ക്ഷേമ നിധിക്കായിട്ട് കൊടുക്കണം, അങ്ങനെ വേണം എന്നാണ് അവർ പറയുന്നത്. അത് ക്രിസ്ത്യാനികളും ആവശ്യപ്പെടുന്നുണ്ട്, മുസ്ലിങ്ങളും ആവശ്യപ്പെടുന്നുണ്ട്. ഇതുവരെ രാജകുടുംബം വളരെ സത്യസന്ധമായിട്ട് കൊണ്ടു നടന്നു കാരണം അതൊക്കെ അവിടെ ഇരിക്കുന്നു ആൻറ്റിക് ഐറ്റംസ് ആയിട്ട്. ഞാൻ അവസാനമായിട്ട് ഞാനത് കേൾക്കുമ്പോൾ ഏതൊക്കെയോ നിലവറ തുറന്നു, അതിൻ്റെയൊക്കെ മൂല്യം നോക്കുമ്പോൾ എങ്ങാണ്ട് 5 ലക്ഷം 6 ലക്ഷം കോടി രൂപ വിലയുള്ള ഉള്ള വഴിപാടുമായിട്ട് ലഭിച്ച സ്വർണ്ണാഭരണങ്ങളും മറ്റേ വെള്ളിയും അതുപോലുള്ള സാധനങ്ങളാണ് അതിനകത്ത് നിറച്ചു വെച്ചിരിക്കുന്നത് മുഴുവൻ. അപ്പം ഇത് ഒരു ഇപ്പം ഈ വഖഫ് നിയമത്തിൻ്റെ ഒരു ഭാഗമായിരിക്കും മിക്കവാറും ഇത് വരാൻ പോകുന്നത്. അവസാനം ഇവർ പറയും ശബരിമലയും ഗുരുവായൂരും പിന്നെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവും പിന്നെ മറ്റേ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ഇതെല്ലാം വഖഫ് ഭൂമിയിലാണ് പണിതിരിക്കണതെന്ന് പറയും. എന്തിനു പറയണു, റിലയൻസിൻ്റെ ഉടമസ്ഥൻ മുകേഷ് അംബാനി പണിതിരിക്കണ 127 കോടിയോ 150 കോടി രൂപ വിലയുള്ള ആൻറ്റില്ല എന്നൊക്കെ പറഞ്ഞ ബിൽഡിംഗ് ഇല്ലേ, കെട്ടിടമില്ലേ, അത് വഖഫ് ഭൂമിയിലാണെന്നാണ് ഇപ്പോൾ അവർ അവകാശപ്പെടുന്നത്. അവസാനം ഇന്ത്യൻ പാർലമെന്റും വഖഫ് ഭൂമിയിലാണ് പണിതിരിക്കണെന്ന് പറയും. രാഷ്ട്രപതി കൊട്ടിയൂരിന്റെ പേരിൽ അങ്ങനെ ഒരു അവകാശവാദം വന്നിട്ടില്ല, പക്ഷെ അത് വരാനുള്ള സാധ്യതയുണ്ട്. അവരാവശ്യപ്പെടുകയൊക്കെ ചെയ്യും, അവർക്ക് ആവശ്യപ്പെടുക. അങ്ങനെ അവരല്ലേ ഇപ്പൊ കേരളം ഭരിക്കണേ. അതെ, അവരല്ലേ കേരളം ഭരിക്കണേ. ഇപ്പം നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഹെയ്റ്റ് സ്പീച്ചായി പോലീസുകാർ നമ്മളെ വന്ന് പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ. ഞാൻ ആർഗ്യൂ ചെയ്യാനും നമ്മളെ എന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയും ഞാൻ ഉള്ള വസ്തുത പറഞ്ഞുള്ളൂ. ഇത് ജഡ്ജിമാൻ ഇത് എന്താ പറയണ തെറ്റാന്ന് കണ്ട, ഞാൻ പറഞ്ഞത് തെറ്റാന്ന് കണ്ട എന്നെ ശിക്ഷിച്ചോ, എന്നെ ശിക്ഷിക്കരുതെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങ് ഇതോട് ഉറപ്പ് വരുത്തണം ഇതൊക്കെ ഉള്ള തെളിവുണ്ട് ഇതിന് എന്നുള്ളത് പറഞ്ഞു കൊടുക്കും.